കൊണ്ട് പാട്ടുകൊണ്ട് എങ്ങനെ പ്രതിരോധം തീർക്കാമെന്നത് ഞാൻ കേവലം പറഞ്ഞു പോയത് മാത്രം കാര്യമില്ലല്ലോ എന്നതുകൊണ്ട് എൻ്റെ ഈയിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ജലശില്പങ്ങൾ എന്ന പുസ്തകത്തിൽ ആ ഒരു കവിതാ സമാഹാരത്തിലുള്ള ഒരു കവിതയുടെ ഏതാനും കുറച്ച് വരികൾ മാത്രം ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാം, എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. രാജ്യദ്രോഹം എന്നാണ് എൻ്റെ കവിതയ്ക്ക് ഞാൻ കൊടുത്ത പേര്, രാജ്യദ്രോഹം. കവിത ഒരു ഗദ്യ കവിതയാണ്. കവിത ഇങ്ങനെയാണ്: ഇന്ന് ഞാനും ഒരു രാജ്യദ്രോഹി, കുറ്റം നാലാൾ കൂടുന്നിടത്ത് ഒരു കവിത ചൊല്ലി. കവിതയിൽ രാജാവിൻ്റെ നഗ്നതയെ പറ്റി രണ്ടേ രണ്ട് വരികൾ. ഞാൻ ഇന്ന് രാജ്യദ്രോഹി, ഞാനൊരു രാജ്യദ്രോഹി, കുറ്റം നാലാൾ കൂടുന്നിടത്ത് ഒരു കവിത ചൊല്ലി. കവിതയിൽ രാജാവിൻ്റെ നഗ്നതയെ പറ്റി രണ്ടേ രണ്ട് വരികൾ. ഞാനിന്ന് രാജ്യദ്രോഹി. ഏകാന്ത തടവിൻ്റെ മൃതിദൂരം അളന്നിട്ട ഒരു ഇരുട്ടറ. പ്രഭാത നടത്തത്തിൽ ഇളം കാറ്റിനെ തുളച്ച് നെഞ്ചിലൊരു വെടിയുണ്ട. പകലുറക്കത്തിൽ പടികടന്നെത്തുന്ന വടിവാൾ തിളക്കം. ഭ്രൂണം കുരുക്കാവുന്ന തൃശൂലം, സമയമടയാളപ്പെടുത്തിയ ഒരു ബോംബ്. സമയമടയാളപ്പെടുത്തിയ ഒരു ബോംബ്. വിഷം, കഠാര. വധശിക്ഷയ്ക്ക് വഴികളേതുമാവാം, രാജ്യദ്രോഹിക്ക് മരിക്കാൻ വഴികളേറെയാണല്ലോ. വധശിക്ഷയ്ക്ക് വഴികളേതുമാകാം, രാജ്യദ്രോഹിക്ക് മരിക്കാൻ വഴികളേറെയുണ്ടല്ലോ. ഇന്ന് ഞാനും ഒരു രാജ്യദ്രോഹി എന്നാണ് എൻ്റെ ഈ കവിത. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ കവിത കൂടി ഇവിടെ അവതരിപ്പിക്കുന്നത് സാഹിത്യ സംവാദത്തിൽ, സാഹിത്യ മത്സരത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ ഇതൊരു കേവലം മത്സരത്തിൽ വിജയം കിട്ടാനുള്ളത് മാത്രമായിട്ട് കാണരുത് എന്നാണ് ഈ വർത്തമാനകാലത്ത് ഇവിടെ വാഴക്കാട് നിന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. വർത്തമാനകാലത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു പാട്ടും കൊണ്ടുപോലും നമുക്ക് പ്രതിരോധം തീർക്കാം. അങ്ങനെ മത്സരത്തിൽ വിജയികളാവുക, നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കുക എന്നതിനേക്കാളും അപ്പുറം ഇങ്ങനെ കൂട്ടം കൂടാൻ, ഇങ്ങനെ നമുക്ക് ഒന്നിച്ച് കൂട്ടായ്മയെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു. മനുഷ്യന് സ്നേഹം പകർന്നു കൊടുക്കാൻ ജാതിക്കും മതത്തിനും വർഗത്തിനുമെല്ലാം അതീതമായി മനുഷ്യനെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കാൻ കൂടി കലകൾക്ക് സാധിക്കും. എല്ലാ തരത്തിലുള്ള വർഗീയ വിദ്വേഷവും മാറ്റിവെക്കാൻ സാംസ്കാരിക പ്രവർത്തനത്തിന് സാധിക്കും. അങ്ങനെ അനന്ത സാധ്യതകളുള്ള ഒന്ന് തന്നെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ SSFന്റെ നിരന്തരമായിട്ട് ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിലെനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇങ്ങനെയെങ്കിലും കുട്ടികളൊക്കെ, പുതിയ തലമുറ ഇങ്ങനെയെങ്കിലും അല്പനേരം ഏറ്റവും നല്ല മനസ്സിനുടമകളായിട്ട് ഈ പൊതുസമൂഹത്തിൽ അടയാളപ്പെടുത്താൻ ഇത്തരം വേദികൾക്ക് സാധിക്കട്ടെ. ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും, 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സാഹിത്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും, വിജയികൾക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സെഷനിൽ എന്നെ ക്ഷണിച്ചതിന് അല്പനേരം നീണ്ടുപോയി എന്ന ഉത്തമ ബോധ്യമുണ്ട്. എല്ലാ അർത്ഥത്തിലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. ഇരിക്കുന്ന ഏറ്റവും പ്രഗത്ഭ മതികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, SSFന്റെ സാഹിത്യോത്സവത്തിൽ നമ്മളിങ്ങനെ സംഗമിക്കുമ്പോൾ കേവലമൊരു സാഹിത്യ മത്സരം എന്നതിനപ്പുറം നേരത്തെ മുഖ്യപ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സുഹൃത്ത്, വർത്തമാനകാല കേരളവും ഇന്ത്യയും ലോകമാകെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ സാരസമ്പൂർണമായി സംസാരിക്കുകയുണ്ടായി. സുഗതകുമാരി ടീച്ചർ ഒരു കവിതയിൽ പാടിയത്, ഇക്കട്ട നാട്ടിൽ പിറന്നുപോയെങ്കിലും സ്വപ്നങ്ങൾ കാണാൻ അവകാശമില്ലയോ എന്ന് ഒരിടത്ത് പറയുന്നുണ്ട്. ഈ കെട്ട നാട്ടിൽ പിറന്നുപോയിട്ടുണ്ടെങ്കിലും സ്വപ്നങ്ങൾ കാണാൻ അവകാശമില്ലയോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും നാം ഇന്ന് ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല. എല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ മാനുഷിക മൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. മനുഷ്യ ബന്ധങ്ങൾക്ക് വിലയില്ലാതാവുന്ന ഒരു കാലത്താണുള്ളത്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് പാടിയത്, അയലത്തെ വീട്ടിലാണെങ്കിലും നീ എനിക്ക് അപരിചിതനല്ലോ എന്നാണ്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതൊക്കെ ഏതാണ്ട് ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. തൊട്ടടുത്ത വീട്ടിലുള്ളവൻ പോലും എനിക്ക് അപരിചിതനാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്.
മാത്രമല്ല ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഏറ്റവും വലിയ എല്ലാ തരത്തിലുള്ള സ്നേഹത്തിൻ്റെയും നന്മയുടെയും ചിറകരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു കെട്ടകാലത്ത് ജീവിക്കുമ്പോൾ സ്വപ്നങ്ങൾ കാണുക എന്നത്, പ്രത്യേകിച്ച് ഒരു സാഹിത്യ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും സാഹിത്യത്തിന്, കലയ്ക്ക് മനുഷ്യനെ പരസ്പരം ഒന്നിപ്പിക്കാനും മനുഷ്യനിൽ സ്നേഹവും സൗഹൃദവും സമാധാനവും ഉണ്ടാക്കിയെടുക്കാനും എല്ലാം സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണകൂടം പോലും പലപ്പോഴും ഇത്തരം സാംസ്കാരിക പ്രവർത്തനത്തെ, കലയെ എപ്പോഴും അകറ്റി നിർത്തിയത്. പണ്ട് 1976 അടിയന്തരാവസ്ഥ കാലത്ത് സച്ചിദാനന്ദൻ്റെ ഒരു കവിതയുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, അടിയന്തരാവസ്ഥ എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അതിൻ്റെ 50ാം വാർഷികം നമ്മൾ ആചരിച്ച് കഴിഞ്ഞു. ഏതായാലും 76 അടിയന്തരാവസ്ഥക്കെതിരെ ഒരു ഭരണകൂടം രാജ്യത്തെ ജനങ്ങൾക്ക് ശബ്ദിക്കാനുള്ള, സംസാരിക്കാനുള്ള അവകാശത്തെ വരെ ഹനിക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്താണ് സച്ചിദാനന്ദൻ എന്ന കവി ഒരു കവിത എഴുതുന്നത്. നാവുമരം എന്നാണ് ആ കവിത. ആ കവിത ഞാൻ ചൊല്ലുന്നില്ല. ആ കവിതയിൽ ഇങ്ങനെയാണ് പറയുന്നത്: രാജ്യം ഭരിക്കുന്ന നല്ലമ്മ നാട്ടുദേവി കോട്ടയിൽ നിന്ന് അരുൾ ചെയ്തു, നാട്ടകത്തെ നാവെല്ലാം ചുട്ടെടുക്കാൻ വേണ്ടി. അതായത് രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി രാജ്യത്തുള്ള എല്ലാവരുടെയും നാവ് അരിഞ്ഞ് കത്തിച്ച് കളയാൻ വേണ്ടി ആഹ്വാനം ചെയ്തതായിട്ട് ആ കവിത തുടങ്ങുന്നത്. അങ്ങനെ രാജ്യത്തെ ആ ഭരണാധികാരിയുടെ വാക്കുകേട്ട് ഭടന്മാർ എല്ലാ നാക്കും അരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നാട്ടിലുള്ള എല്ലാവരുടെയും നാവ് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഏതാണ്ട് സമാധാനത്തോടുകൂടി ഭരണാധികാരി അങ്ങനെ നിൽക്കുകയാണ്. ഇനി ആർക്കും നാവില്ല. നാവ് എന്ന് പറയുന്നത് സംസാരിക്കാനുള്ളതാണ്, വാക്കുകൾ പുറത്തേക്ക് വരാനുള്ളതാണ് നാവ്. ആ നാവിനെ, എല്ലാ നാക്കുകളെയും അരിഞ്ഞ സമാധാനത്തിൽ ഭരണാധികാരി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ അരിഞ്ഞ് കൂട്ടിയിട്ട കുറേ നാക്കുകളിൽ ഒരു നാവ് മുളച്ചു പൊന്തുകയാണ്. അത് മുളച്ചു പൊന്തി അതൊരു ചെടിയായി, മരമായി, വലിയ ശിഖരങ്ങളുള്ള ഒരു വലിയ വടവൃക്ഷമായി ആ മരം മാറുകയാണ്. അതിലെല്ലാം ഇലകൾ, നാവിൻ്റെ രൂപത്തിലുള്ള ഇലകൾ വരികയാണ്. അപ്പോഴാണ് ഭരണാധികാരി ചോദിക്കുന്നത്, ആരുടേതാണ് ഈ നാവ്? ആരുടേതാണ് നാവ് എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് ഇതാണ്: ഇത് പാട്ടുപാടുന്ന പാണന്റെ നാവാണ് എന്നാണ്. അപ്പൊ ഒരുപാട് നാവരിഞ്ഞു, വർത്തമാനം വിളിച്ചു പോവും ചെക്കൻ്റെ നാവരിഞ്ഞു, ചുവരിലെല്ലാം കരിവരയ്ക്കും കരുമാടി നാവരിഞ്ഞു, കുരുകാരനോർ നാവരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെയൊക്കെ നാവ് അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് അരിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ നാക്കുകളും അരിഞ്ഞ സമയത്തും അരിയപ്പെട്ട നാക്കുകളിൽ ഒരു നാവ് മുളച്ചു പൊന്തുകയാണ്. സച്ചിദാനന്ദൻ സൂചിപ്പിക്കുന്നു, ആ നാവ് വർത്തമാനം അത് പാട്ടുപാടുന്ന പാണന്റെ നാവായിരുന്നു. പാട്ടുപാടുന്നവന്റെ, കലാകാരന്റെ, സാഹിത്യകാരന്റെ നാവാണ്. അങ്ങനെ അരിഞ്ഞതിൽ നിന്ന് വളർന്നു വന്ന് വലിയ നാവുമരമായിട്ട് പടർന്നു പന്തലിച്ചത് എന്ന് വളരെ അടിയന്തരാവസ്ഥയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രതിഷേധ കവിതയായിട്ട് സച്ചിദാനന്ദൻ എഴുതിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് പ്രതിരോധമാണ്. ഈ വർത്തമാന കാലത്തും ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്കും ഫാസിസത്തിനും തുല്യമായ രീതിയിലേക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കലാകാരന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക് അവരുടെ ഇടമേതെന്ന് കൃത്യമായി ബോധ്യപ്പെടേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. അത് നമ്മുടെ കയ്യിലുള്ള കരുത്ത്, കഴിവെന്ന് പറയുന്നത് ഒരുപക്ഷെ പാട്ടായിരിക്കാം, ഒരുപക്ഷെ പ്രസംഗമായിരിക്കാം, എഴുത്തായിരിക്കാം, ചിത്രമായിരിക്കാം, എന്തെങ്കിലും കഥയും കവിതയും നാടകവും എന്തുമാവാം. അതുകൊണ്ട് കൂടി ഈ കാലത്തിൻ്റെ, ഈ തിന്മ നിറഞ്ഞ കാലത്തിനോട് പ്രതികരിക്കാൻ പറ്റുന്ന, അതിനോട് പ്രതിരോധിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് സാഹിത്യത്തിന്, സാംസ്കാരിക പ്രവർത്തനത്തിന്, കലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് പാണന്റെ നാവിനെ ഒരു കാലത്തും അരിഞ്ഞു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ പാട്ടുപാടുന്നവന്റെ, കലാകാരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ആളെ കൊല്ലാം, കൽബുർഗിയെ പോലെയുള്ള ആളുകളെ കൊന്നൊടുക്കാം, പക്ഷെ അവരുടെ ആശയങ്ങൾ എപ്പോഴും ഈ വർത്തമാനകാലത്തെ എപ്പോഴും പടവെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത്, സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം മത്സരങ്ങൾ എന്ന അർത്ഥത്തിലല്ല കാണേണ്ടത്. പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ നമുക്കൊക്കെ പ്രതികരിക്കാൻ പറ്റുന്നത് ഇത്തരം കലകളിലൂടെ ആവട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.